പൊട്ടിക്കാപ്പയാണ് റെഡ് ഹൈബ്രിഡ്. ഒന്ന് കഴിച്ചു നോക്കിയാൽ, ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ. മരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. മരങ്ങൾ എന്ന് വെച്ചാൽ വലിയ വലിപ്പത്തിലുള്ള മരത്തിന്റെ തൈകളാണ്. ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റിയാണ് നമുക്ക് ഡ്രമ്മിന്റെ കളക്ഷൻസ് ഉള്ളത്. ഇതേപോലെ പീസാക്കി നമ്മൾ ഹോൾ വരെ അടിച്ചു കൊടുക്കും. ഈ ഫ്ലവർ വന്നിരിക്കുന്ന കോട്ടർകുണ മാവ് തെക്കൻ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മാവാണ്. നിറയെ റെഡ് ഹൈബ്രിഡ് കായ്ച്ചിരിക്കുന്നത് നമ്മളൊന്ന് പറിക്കുകയാണ്. ഇതാ നല്ല നിറയെ കായാണ് ഇതിൽ ഉള്ളത്. ആ കായ മുഴുവനും നമ്മളൊന്ന് പറിക്കുകയാണ്. റെഡ് ഹൈബ്രിഡ് ജബോട്ടിക്കാവ റെഡ് ഹൈബ്രിഡിന്റെ ജബോട്ടിക്കാവ. ഇത്രയും നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഒരുപാട് നമ്മളതിൽ സ്റ്റോക്ക് ഉണ്ട്. ഈ കാണുന്ന ആക്ക നിറയെ കായ പിടിച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഒന്ന് കഴിച്ചു നോക്കിയാ, ഒന്ന് ടേസ്റ്റ് നോക്കിയേ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പർ. ഒറിജിനൽ മുന്തിരിയുടെ അതേ ടേസ്റ്റ് പറഞ്ഞില്ലേ? അതെ. ഈ കാണുന്നത് നിറയെ മരങ്ങൾ ഇവിടെ വിൽക്കാൻ നിൽക്കുന്ന പ്ലാന്റിനകത്ത്. അതെ, വിൽക്കാൻ നിൽക്കുന്ന പ്ലാന്റുകളിൽ നിന്ന് പറിച്ചാണ്. ഇത് മാത്രമല്ല, ഒരുപാട് പറിക്കാനുണ്ട്. നമുക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ്. ഒരുപാട് കായ അതിൽ നിറയെ പിടിച്ചിട്ടുണ്ട്. പൂത്തതും പൂക്കാറായിട്ടുള്ളതുമായിട്ടുള്ള ഒരു 30ഓളം മാവുകളാണ് നമ്മുടെ ഈ റോഡ് സൈഡിൽ പ്ലാന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതും ഡ്രമ്മില്. ബ്രോ, എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്? ഇത് നമ്മുടെ തിരുവനന്തപുരം ബ്രാഞ്ചാണ്. തിരുവനന്തപുരം യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് ബ്രാഞ്ചുകളുണ്ട്. നമ്മളെല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും നമുക്ക് ഡ്രമ്മുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡ്രമ്മുകൾ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. നമുക്ക് കോട്ടർകുണം മാവാണ് ഈ സെറ്റ് ചെയ്തേക്കുന്നത്. അതെ, കോട്ടർകുണം മാവാണ് ഈ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചെങ്കോരിക്ക എന്ന് പറയുന്നതാണ് ഈ കോട്ടർകുണം മാവ് വെറൈറ്റി. അതുപോലെ തന്നെ കാലാപ്പാടി മാവുണ്ട്, നമുക്ക് വെങ്ങനാപ്പള്ളി മാവുണ്ട്. ഈ കാണുന്ന കുളമ്പാണ് നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകളും നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ നമുക്ക് ഡെലിവറി ഇല്ല, ഡെലിവറി സർവീസ് കാര്യങ്ങളൊന്നുമില്ല. വന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ എല്ലാ രീതിയിൽ സെറ്റ് ചെയ്ത് തരും. അതെ, ഈ രീതിയിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് പ്ലാന്റ് കായ്ക്കുമല്ലോ? ഓക്കെ, തീർച്ചയായിട്ടും. അതായത് ഒരുപാട് ഫ്ലവർ വന്ന പ്ലാന്റുകൾ നമുക്ക് കാണിച്ചു തരാം. അങ്ങോട്ട് മുകളിലോട്ട് പോയാൽ നമുക്ക് ഫ്ലവർ. അപ്പോൾ നമുക്ക് നിറയെ ഫ്ലവർ വന്നിരിക്കുന്ന കോട്ടർകുണം മാവാണ്. ചെങ്കോരിക്ക എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ ഫ്ലവർ വന്നിരിക്കുന്ന കോട്ടർകുണം മാവ് തെക്കൻ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മാവാണ്. ഏത് ഷോപ്പിൽ പോയാലും കോട്ടർകുണം മാവ് കിട്ടാത്ത സ്ഥലങ്ങളില്ല. ഇത്രയും നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള ഒരുപാട് ഹെൽത്തി പ്ലാന്റുകൾ നമ്മളിൽ അവൈലബിൾ ആണ്. അടുത്ത നമുക്ക് സെക്ഷനിലേക്ക്. ഡ്രമ്മിൽ ഇതുപോലെ മാവൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിൽ വെക്കുന്ന ഒരു പ്രയോജനം ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും. ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ നിറയെ കായ പിടിക്കേണ്ട രീതിയിൽ നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ നിറയെ കായ തന്നെ പിടിക്കും. ഇതിലൊക്കെ ഇപ്പോൾ കണ്ടോ ഈ മാങ്ങയൊക്കെ പിടിക്കുന്ന. ഇത് മാത്രമല്ല, ഇത് നമുക്ക് അൽഫോൺസ മാവാണ്. അൽഫോൺസ മാവാണ് ഈ കാഴ്ചിരിക്കുന്നത്. അൽഫോൺസ മാവാണ് ഈ കാഴ്ച നിൽക്കുന്നത്. അൽഫോൺസ മാവ്, അതായത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ എന്ന് പറയുന്നത് നല്ല മാവാണ്. ശരി ശരി ശരി. അപ്പൊ ഇത് മാത്രമല്ല, ഒരുപാട് ക്വാണ്ടിറ്റി നമ്മളതിൽ കായ്ച്ചതും പൂത്തതും ഫ്ലവർ വന്നതും ഡ്രമ്മിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അതും കൂടെ കാണാം. ഡ്രമ്മിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതിൽ നമുക്ക് എത്രത്തോളം സക്സസ് ആയിട്ട് നമുക്ക് ഇന്ത്യൻ മൂസമ്പി അടക്കമുള്ള എല്ലാ ഐറ്റംസുകളും പിടിക്കുമെന്നറിയാം. ഇത് ഇന്ത്യൻ മൂസമ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് നമുക്ക് സീഡ് ലൂവികൾ ഐറ്റംസുകളൊക്കെ ഇതൊക്കെ ഇപ്പോൾ നിറയെ നമുക്ക് പിടിച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ നമുക്കിതാ സീഡ്ലെസ് ലെമൺ. സീഡ്ലെസ് ലെമണും അതുപോലെ തന്നെ നല്ല രീതിയിൽ പിടിച്ചു പോകുന്നുണ്ട്. തൊട്ടടുത്ത് നമ്മൾ ഓറഞ്ചാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലെമണ്, സീഡ്ലെസ് ലെമണ്, അതൊക്കെ നല്ല രീതിയിൽ ഗ്രോത്തിൽ പിടിച്ചു പോകുന്നുണ്ട്. കണ്ടോ ഈ കാണുന്ന കണ്ടമാനം മിറാക്കിൾ ഫ്രൂട്ട്, നമുക്ക് അത് മാജിക് ഫ്രൂട്ട് എന്ന് പറയപ്പെടുന്ന ഐറ്റമാണ്. അത് നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ പിടിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രമ്മില്ല ഈ കാണുന്ന അമ്പഴങ്ങയൊക്കെ നമുക്ക് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ അമ്പഴങ്ങ പിടിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കാണുന്ന സപ്പോട്ട ബനാന സപ്പോട്ടയാണ്. അതുപോലെ ലോങ്ങൻ ഐറ്റംസ് ഇതൊക്കെ നമുക്ക് ഡ്രമ്മിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട്. നാംഡോക്മായി നമുക്ക് നല്ല ഫ്ലവറോട് കൂടി നിറയെ നിൽക്കുന്ന ഒരു ഐറ്റമാണ് നാംഡോക്മായി. ഈ നമ്മൾ ഇതിൽ എന്താണ് വാട്ടർ ടാങ്കിലാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ രീതിക്ക് നല്ല രീതിയിൽ ഫ്ലവർ നിറയെ വന്നിട്ടുള്ള ഐറ്റംസാണ് ഈ നാംഡോക്മായി. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം ബ്രാഞ്ചിലാണ് നമ്മളുള്ളത്. തിരുവനന്തപുരം ബ്രാഞ്ച് വരുന്നത് പള്ളിക്കലാണ്. പള്ളിക്കൽ KK കോണം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് പാരിപ്പള്ളി ചടയമംഗലം റോഡിൽ പള്ളിക്കൽ KK കോണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്കുള്ളത്. നമുക്കിവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഫ്രൂട്ട് പ്ലാന്റുകളുടെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആണുള്ളത്. അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ കാണുന്നത് കണ്ടോ ജപ്പാൻ പേരയാണ്. ജപ്പാൻ പേരയുടെ ഹെൽത്തി പ്ലാന്റുകളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ആർഗാഗ്രൻ്റെ പേരകൾ, ആർഗാഗ്രൻ പേരത്തേകൾ നമുക്ക് നല്ല രീതിയിൽ കായ ഉള്ളതും ഫ്ലവർ ഉള്ളതും ആയിട്ടുള്ള പേരകളൊക്കെ നമുക്കുണ്ട്. ഇതൊക്കെ കായ പിടിച്ചിരിക്കുന്നതാണ്. അത്യാവശ്യം അതെ, കായ വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട്, അതുപോലെ തന്നെ നമുക്ക് ഈ ചെടിമുരിങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല നീളമുള്ള മുരിങ്ങക്കായ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് മുരിങ്ങ.
അതുപോലെ ഒരുപാട് വെറൈറ്റികളാണ് നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിലുള്ളത്. അടുത്തപ്പോൾ എന്താണ് മാവാണ്? അപ്പോൾ നമ്മൾ മാവുകളുടെ കളക്ഷനാണ്. മാവുകൾ റെഡ് ഐവറി, അതുപോലെ തന്നെ നമുക്ക് ചൗസ മാംഗോ. അതെ, ചൗസ മാംഗോ. ഇതൊക്കെ ഒരുപാട് വെറൈറ്റികളാണ്. ബ്രൂണായ് കിങ് മാവ് ഉണ്ട്, അമേരിക്ക റെഡ് കസ്തൂരി മാവ് ഉണ്ട്, അതുപോലെ നാംഡോക് മായി ഉണ്ട്, നാംഡോക് മായി ഗോൾഡും ഉണ്ട്, ഗ്രീനും ഉണ്ട് കേട്ടോ നമ്മളിൽ അവൈലബിൾ. അതുപോലെ തന്നെ ബോംബെ മാവ് ഐറ്റംസുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികൾ നമ്മളിലുണ്ട്. അതുപോലെ തന്നെ മാവിൻ്റെ ഇപ്പോഴത്തെ നിലവിൽ രാജാവ് എന്ന് പറയുന്ന മിയാസാക്കി മാങ്കോയും നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ R2E2 മാങ്കോ, R2E2 മാങ്കോയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പുതിയ വെറൈറ്റീസ്. അതെ, പുതിയ വെറൈറ്റി സാധനങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പരിചയപ്പെടുത്തിക്കൊടുക്കുമ്പോൾ നമ്മളെ കേറ്റിമൂൺ മാവ്, ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന കേറ്റിമൂൺ മാവ്, അത് നമുക്കൊന്ന് പരിചയപ്പെടാം. എവിടെയാണ്? അപ്പോൾ ഈ കാണുന്നത് കാറ്റിമൂണാണ്. കാറ്റിമൂൺ നമുക്ക് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റുകൾ മാത്രമല്ല, ഇതിൽ നമുക്ക് ഒരുപാട് ഫ്ലവർ വന്നതും വലിയ പ്ലാന്റുകളും നമ്മളതിൽ അവൈലബിൾ ആണ്. ഇത് എത്ര കൊല്ലം കൊണ്ട്? ഇത് ഏകദേശം 1 കൊല്ലം കൊണ്ട് കായ്ക്കും. അതാണ് അതിന്റെ പ്രത്യേകത. മാത്രമല്ല മാങ്ങ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. നമുക്ക് സാധാരണ തായ്ലൻഡ് ഓൾസസ് മാവാണ് നമുക്ക് 1 കൊല്ലം കൊണ്ട് കായ്ക്കുക. അതിനെന്ന് വെച്ചാൽ പുളി കൂടുതലാണ്. പുളിയും അതുപോലെ തന്നെ പഴുത്ത് കഴിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കുരുവിന്റെ വലിപ്പം കൂടുതലാണ്. കാറ്റിമൂൺ ഒന്നുമല്ല. കാറ്റിമൂൺ അതിനേക്കാളൊക്കെ ഒരുപാട് അടിപൊളി ടേസ്റ്റുമാണ്, അടിപൊളി ഹെൽത്തി പ്ലാന്റുമാണ്. അതുപോലെ തന്നെ നല്ല ഗ്രോത്തിലുണ്ടാവും. കേടുപാടുകൾ കുറവാണ്, കംപ്ലൈൻറ്റുകൾ കുറവാണ്. അപ്പോൾ ഈ കാണുന്ന ആമസോൺ കാർഡുകളിൽ കാണുന്ന അസൈബറി എന്ന് പറയുന്നതാണ്. നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അക്കായ്ബറി എന്ന് അടിച്ചു നോക്കണം. ഇത് നേരിട്ട് കഴിക്കുകയല്ല, ഇത് 3 കൊല്ലം കൊണ്ടാണ് കായ്ക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പ്രോസസ്സ് ചെയ്താണ് നമ്മൾ കഴിക്കുന്നത്. ഇതൊരു സിറപ്പ് രൂപത്തിലൊക്കെ മെഡിക്കൽ ഷോപ്പുകളിൽ കിട്ടുന്നുണ്ട്. അക്കായ്ബറി സിറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ ഒരു വീഡിയോകളിലും ഇത് പരിചയപ്പെടുത്തില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം നമ്മൾ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അക്കായ്ബറി ഈ കാണുന്ന കംബോഡിയ മുന്തിരിയാണ്. കംബോഡിയ മുന്തിരിയുടെ ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഏകദേശം 4 to 5 കിലോ വരെ വരുന്ന ലോക റെക്കോർഡ് നേടിയ ഒരു ഐറ്റം ആണ് ഈ കംബോഡിയ മുന്തിരി എന്ന് പറയുന്നത്. 4-5 കിലോ വരും. ഒരു കൊലയിൽ 4-5 കിലോ വരുന്ന കംബോഡിയ മുന്തിരിയാണ് ഇത്. ഒരുപാട് ക്വാണ്ടിറ്റി നമ്മളിൽ എല്ലാ ബ്രാഞ്ചുകളിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല സ്റ്റോക്ക് തന്നെ നമ്മളിലുണ്ട്. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഏതൊരു ഷോപ്പ് നഴ്സറി തുടങ്ങിയാലും അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിയറ്റ്നാം സൂപ്പർ ഏർലിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കൊല്ലം കൊണ്ട് കായ്ക്കുന്നത്. ഇതിന് മാത്രമല്ല വലിയൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. കഴിച്ചവർക്കറിയാം ഇതിന് നല്ല ടേസ്റ്റ്. സത്യമാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒന്ന് കഴിച്ച് ശരിക്കും ഇതിന്റെ സ്മെല്ല് മതി നമുക്ക് സന്തോഷം വരാൻ. അത്രയും ഭയങ്കര മണമാണ്. ഭയങ്കര ഒരു ബിസിനസ് സാധ്യത ഉണ്ട് കേട്ടോ. എന്താ പറഞ്ഞ ഇത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അങ്ങനെ ഒരു സ്ഥാപനം കണ്ടതാണ്. വിയറ്റ്നാം സൂപ്പർ ഏർലി ഇങ്ങനെ 10,000 പ്ലാന്റ് വെച്ചിട്ട് അത്യാവശ്യം മാന്യമായ രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഫാം ഞാൻ കണ്ടതാണ്. അതെ. ശരിക്കും ഇവിടെ നമ്മുടെ എല്ലാം കിട്ടും. കാഴ്ച ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് വിയറ്റ്നാം സൂപ്പർ ഏർലിയുടെ ഒരുപാട് കളക്ഷൻസ് തന്നെ ഉണ്ട്. നമുക്ക് കണ്ടമാനം ലോഡ് കണക്കിന് കളക്ഷൻസ് നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എപ്പോഴും ഉണ്ടാകുന്നത് ഇത് തന്നെ ആയിരിക്കും. വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവാണ്. ഏകദേശം എൻ്റെ വർഷത്തിൽ 2 പ്രാവശ്യത്തോളം കായ്ക്കുന്നുണ്ട്. ഈ കാണുന്ന കാലാപ്പാടി മാവ് അതൊക്കെ ഫുള്ള് ഫ്ലവറുള്ള ഒരു ഹെൽത്തി പ്ലാന്റുകളും ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ആ കാണുന്നതൊക്കെ വലിയ വലിയ പ്ലാന്റുകളാണ്. ഈ കാണുന്നതൊക്കെ നമുക്ക് എന്താണ് കുളമ്പ് മാവാണ്. കുളമ്പ് മാവിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഇതാ ഈ കാണുന്നുണ്ടോ. നല്ല ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ്. നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റുകൾ നല്ല ഏകദേശം 2 കൊല്ലം 1.5 കൊല്ലം ആയ പ്രായമായ പ്ലാന്റുകളാണ്. ഏകദേശം 1 കൊല്ലം കൊണ്ടോ അല്ലെങ്കിൽ 6 മാസം കൊണ്ടൊക്കെ നമുക്ക് വരുന്ന സീസണിൽ തന്നെ നമുക്ക് കായ്ക്കാൻ സാധ്യതയുള്ള പ്ലാന്റുകളാണ്. കാണുന്ന ആർഗാഗ്രൻ പേരയാണ്. ആർഗാഗ്രൻ പേരയും അതുപോലെ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റുകൾ വലുത് കായോട് കൂടിയുള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളൊക്കെ നല്ല റെഡ് ആണ്. ഏകദേശം 1 കിലോ പേരക്കായ ഉണ്ട്. ഇത് വലുപ്പമായിട്ടില്ല. അതിനനുസരിച്ച് വലുപ്പമാകുമ്പോൾ എന്തായാലും ഹെൽത്തി പ്ലാന്റുകളാണ്. വലുപ്പമാകുമ്പോൾ നമുക്ക് കായ വെയിറ്റ് കിട്ടും. ഈ കായോട് കൂടിയുള്ള ഒരുപാട് പ്ലാന്റ് നമ്മളതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളതിൽ ഒരുപാട് ഡ്രമ്മിന്റെ കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ഡ്രമ്മ് കട്ട് ചെയ്ത് നിറച്ച് ഫില്ല് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കും. അതുപോലെ തന്നെ ഡ്രമ്മായിട്ട് തന്നെ കാലി ഡ്രം വേണമെങ്കിൽ നമ്മൾ കൊടുക്കും. ഈ ഡ്രമ്മിന്റെ ഒരു വലിയൊരു കളക്ഷൻ കാണാം. ഒന്ന് വരി. അപ്പോൾ കണ്ട ഡ്രമ്മിന്റെ കളക്ഷൻസ് അത്രയും വലിയൊരു ക്വാണ്ടിറ്റിയാണ് നമുക്ക് ഡ്രമ്മിന്റെ കളക്ഷൻസ് ഉള്ളത്. ഇതേപോലെ പീസാക്കി നമ്മൾ ഹോൾ വരെ അടിച്ചു കൊടുക്കും. ഇതിൽ പ്ലാന്റേഷൻ വേണമെങ്കിൽ പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കും. അത്രയും കണ്ട് ഡ്രമ്മിന്റെ ക്വാണ്ടിറ്റി ഉണ്ട്. അങ്ങോട്ട് മുകളിലോട്ട് നോക്കിയേ, അങ്ങോട്ട് അടുക്കി കയറ്റിക്കുക. ഇനി അതേസമയം ആ വൈഡ് നോക്കിയേ, കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് ക്വാണ്ടിറ്റി നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട് നിലവിൽ. അപ്പോൾ നമ്മൾ തൈകൾ മാത്രമല്ല മരങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. മരങ്ങൾ എന്ന് വെച്ചാൽ വലിയ വലിപ്പത്തിലുള്ള മരത്തിന്റെ തൈകളാണ്. അതായത് ഇത് കരുന്ന കസ്തൂരി മാവാണ്. ഈ കസ്തൂരി മാവ് ഈ കസ്തൂരി മാവ് നമ്മൾ ഇവിടെ പ്ലാന്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ്. ഈ കാണുന്ന ഡ്രമ്മിലേക്ക് പ്ലാന്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ്. നമുക്കൊന്ന് ഈ ഡ്രമ്മിലേക്ക് ഒന്ന് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഡ്രമ്മ് സെറ്റ് ചെയ്യാനായിട്ട് അടിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അടിയിൽ കട്ട് ചെയ്തതിന് ശേഷം വലിച്ചു മുത്തിച്ച്
കണ്ടോ ഇത് പൊന്തിച്ചതിന് ശേഷം നേരെ ഈ രീതിക്ക് തന്നെ നമ്മൾ ഇതിലേക്ക് ഇറക്കുകയാണ്. അതിന് ശേഷം അതിന് ശേഷം ഇതാ ഇവിടെയാണ് കട്ട് ചെയ്യണത്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യും. ഇവിടെ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതാ ഇങ്ങനെ അഴിച്ച് മാറ്റി കൊടുത്താൽ മതി. ബാക്കി മേൽമണ്ണ് ഇട്ട് കൊടുക്കും. ഇനി മേൽമണ്ണ് ഇട്ട് കൊടുക്കും. ഈ കാണുന്ന വലുപ്പം കണ്ട നമ്മൾ ഈ രീതിക്കാണ് നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്നത്. ഒരുപാട് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ് ചെയ്യാനുള്ള നമുക്ക് പോട്ടുകൾ, മറ്റ് ഐറ്റംസുകൾ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് സെറാമിക് കണ്ടില്ല ഒരുപാട് വെറൈറ്റി സെറാമിക് ബോട്ട്സ്, ചെറിയ ടേബിളിൽ വെക്കുന്ന പോലുള്ള ബോട്ട്സുകൾ അവൈലബിൾ ആണ്. അതെ അതെ, അതുപോലത്തെ ഐറ്റംസുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ കാണുന്ന വെറൈറ്റികൾ, ഗാർഡൻ ടൂൾസുകളുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്ന ഫാൻസി ആയിട്ടുള്ള പോട്ട്സ് എല്ലാം ഉണ്ട്. ഹാങ്ങിങ് പോട്ടുകളുണ്ട്. അതുപോലെ തന്നെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത് നോനിപ്പഴമല്ലേ? അതെ, ഈ നോനിപ്പഴമാണ്. ഇത് ചെറിയൊരു ചെടിയാണ്. ആ ചെടിയിൽ ഇത്രയും കായകൾ പിടിച്ചു അല്ലേ? അതെ അതെ, എന്റെ അത്ര ഹൈറ്റേ ഉള്ളു. എന്റെ അത്ര ഹൈറ്റ് ഉള്ള ഈ നോനിപ്പഴത്തില് ഒരുപാട് കായ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഇതിന്റെയൊക്കെ തൈകൾ വെറും 20 രൂപ 30 രൂപ റേഞ്ചിനേ ഉള്ളൂ. 20 രൂപയ്ക്ക് വെറും 20 രൂപ 30 രൂപ അത്രേ ഉള്ളൂ. വളരെ ചീപ്പ് റേറ്റ് ആണ്. അതായത് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്ന നോനിപ്പഴം ഈ ഒരു പ്ലാന്റ് ഈ ഒരു വലിപ്പത്തിൽ എത്തുമ്പോൾ കായ്ക്കുമല്ലേ? അതെ അതെ, ഈ വലിപ്പത്തിൽ എത്തുമ്പോൾ തന്നെ കായ്ക്കും. നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമ്മളിലുണ്ട്. വളരെ ചെറിയ തൈകൾ 20 രൂപ 30 രൂപ അത്രേ ഉള്ളൂ. അതിന്റെ റേഞ്ചിനുള്ള സാധനമേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ റെഡ് ആണ്, മലേഷ്യ റെഡ്. നല്ല റെഡ് കളർ, ഉള്ളും പുറവും ഒക്കെ റെഡ് കളറായിട്ടുള്ള ഒരുപാട് ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി കൃഷി ചെയ്യുന്നവർക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ക്വാണ്ടിറ്റി നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് കൊടുക്കാനായിട്ട് കഴിയും. വളരെ ചീപ്പ് റേറ്റിന് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരുപാട് പേരയുടെ കളക്ഷൻ നിറയെ ഫ്ലവർ വന്ന് നിറയെ കാഴ്ചിക്കുന്നുണ്ട്. ഈ കാണുന്ന ഒക്കെ പേരയുടെ ഫുള്ള് ഫ്ലവറാണ്. വലിയ പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹെൽത്തി പ്ലാന്റുകൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. നാംഡോക്മയുടെ കണ്ട നിങ്ങൾ വലിയ പ്ലാന്റുകൾ, അതുപോലെ തന്നെ അബിയോ, അതുപോലെ തന്നെ നമുക്ക് വിയറ്റ്നാം സൂപ്പർ പ്ലാവിൻ്റെ ഒരു വലിയ കളക്ഷൻസ് നമ്മളതിൽ സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ തന്നെ കച്ചാമിട്ട, മിയാസാക്കി, നാംഡോക്മായി, ബ്രൂണൈ കിങ്, അമേരിക്ക റെഡ് ഉൾമർ, കസ്തൂരിമാവ്, ഇതിൻ്റെയൊക്കെ ഒരുപാട് വലിയ കളക്ഷൻസാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. നഴ്സറിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം വിട്ടിട്ടാണ്, അതായത് തിരുവനന്തപുരം ബ്രാഞ്ചിൽ നിന്നും 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഈ സ്ഥാപനം ഉള്ളത്. ഇത് നമ്മൾ സ്റ്റോക്ക് ഏരിയ ആണ്. അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ റംബൂട്ടാൻ്റെയൊക്കെ ഹോം ഗ്രൗണ്ടിൻ്റെ തന്നെ നമുക്ക് വലിയ പ്ലാന്റുകളാക്കാനായിട്ട് ഒരുപാട് നമ്മളിൽ കളക്ഷൻസ് ഉണ്ട്. ആ കാണുന്നതൊക്കെ റംബൂട്ടാൻ്റെ കളക്ഷൻസാണ്. ആ ഭാഗത്തൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ കണ്ടോ കാറ്റിമോൺ, നേരത്തെ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാണ് കാറ്റിമോൺ ഫ്ലവർ വന്നത്. കണ്ടോ ഫ്ലവർ വന്നത്, നല്ല രീതിയിൽ ഫ്ലവർ വന്ന സാധനം ഇവിടെ ഉണ്ട്. അതുപോലെ ഇതൊന്നല്ല, ഇതും ഫ്ലവർ വന്നാണ്. ഇതിൽ ഫ്ലവർ പോയതാണ്. പിന്നെ അതുപോലെ മറ്റ് ഫ്ലവർ വരുന്ന ഒരുപാട് ഐറ്റംസുകളുണ്ട്.